നല്ല അടിപൊളി. അപ്പോൾ ഗേൾസ് ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ ഗ്രില്ലിംഗ് ആണ്. അതൊരു ഔട്ട്ഡോർ ഗ്രില്ലിംഗ് ആണ്. ഞങ്ങൾ ഫ്രണ്ട്സ് 2-3 ഫാമിലി കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിക്കൻ കഴിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളൊരു 4 ചിക്കൻ തന്നെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 4 ഫാമിലി ഉള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് ടൈം തൈരിൽ എന്താ പറയുക ഈ കഴിച്ച് അതൊന്ന് ഇട്ട് വെക്കുക. ഒരു മാക്സിമം ഒരു 15-10 മിനിറ്റ് ഇട്ട് വെക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങ ലെമൺ എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 2 ലെമൺ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാലയിലേക്ക് കിടക്കാൻ പോകുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചപ്പും പുതിന ഇട്ടിട്ട് ഒക്കെ അത് ഗ്രൈൻഡറിൽ അടിക്കട്ടെ. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് അതിൽ നമ്മൾ അത്യാവശ്യം മസാലകളും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, 4 5-6 നിങ്ങൾ ഐഡിയോയിൽ അങ്ങോട്ട് ചെയ്യട്ടോ. നമുക്കത്ര ഇത് മതി എന്നുള്ള ഒരു ഇതിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ തക്കാളി ഞങ്ങൾ 4 പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ്. ഒരു കോഴിമുട്ട ഒറ്റ പീസ് ഇട്ടിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ 2 ചെയ്യട്ടോ. അത് നിങ്ങൾ കോഴിൻ്റെ എണ്ണം കൂടുതൽ ചെയ്യാം. പിന്നെ കുറച്ചൊരു കുരുമുളക് പൊടി, ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെരിഞ്ജീരകം 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂണാണ് ഇതാക്കുന്നത്. പിന്നെ കുറച്ച് തൈര്, അതൊരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന് ശേഷം മിക്സിയിൽ അപ്പോൾ ഇതൊരു ഗ്രീൻ മസാലയാണ്. നമ്മൾ രണ്ട് ഐറ്റം മസാല ഉണ്ടെന്ന് ഗ്രില്ല് ചെയ്യുന്നത്. ഒന്ന് ഗ്രീൻ റെസിപ്പിയും പിന്നെ രണ്ടാമത്തെ നമ്മൾ നോർമൽ ഷവായിൻ്റെ ഒക്കെ ഇതായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മളെ മസാല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല ജ്യൂസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ്റെ മേലക്കാണ്ട് ഒഴിച്ച് വെക്കുക. ഒഴിച്ചിട്ട് എന്താ പറയുക, ഒന്ന് കൈ കൊണ്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് മസാലൻ്റെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക നോർമൽ ഷവായൻ്റെ സ്പൈസി ഇട്ടാ. ഇതിൽ നമ്മൾ ലൈറ്റ് മസാലകളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല. ഇനി അതാണ് നമ്മൾ ശരിക്ക് എന്താ പറയുക, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന കേട്ടോ. ഇതുവരെ നമ്മൾ ഗ്രീൻ മസാല പല സ്ഥലത്തും ഗ്രില്ല് ചെയ്തതിനും ഗ്രീൻ മസാല നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യണം. അതിൻ്റെ ഒരു എക്സ്പേർട്ട് നമുക്കുണ്ട്. പിന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മസാല എന്തായാലും റെഡി ആയിട്ടില്ല. നമ്മൾ രണ്ടാമത്തെ മസാല കിടക്കാൻ പോകുന്നത്. നമ്മൾ നല്ല സ്പെഷ്യൽ മസാല ഉണ്ടാക്കാൻ പോട്ടെ. നല്ല ഷവായൻ്റെ ഗ്രില്ല് മസാല. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തക്കാളി ഇട്ട 1 പീസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ സവാള, ഓക്കെ. പിന്നെ നല്ല പച്ചമുളക് ഇട്ട. പിന്നെ അതുപോലെ കോഴിമുട്ട ഉണ്ട്. കോഴിമുട്ട നമ്മൾ 2 കോഴിമുട്ട അതിൽ ഇപ്പോൾ ഇതാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒഴിക്കുന്നുണ്ട്. 1 2. നമ്മൾ ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പി ആട്ടോ ഈ സാധനം. പിന്നെ നല്ല കുരുമുളക് പൊടി എന്താ പറയുക ഫ്രഷ് ആട്ടോ, വീട്ടിലുണ്ടായത് തന്നെയാണ്. നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് വെച്ചതാണ്. പിന്നെ കുറച്ച് ഒരു പൊടിയായി കിട്ടാൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതൊരു ലേശം, ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാല അതേപോലെ 1 സ്പൂൺ ഗരം മസാല. പിന്നെ പെരിഞ്ജീരകം ഉണ്ട്, 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ. പിന്നെന്താ പറയുക, മുളകും പൊടിയാണ് ഇനി വേണ്ടത്. മുളകും പൊടി നിങ്ങൾക്ക് അവരവരുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. 1 സ്പൂൺ ഇടാം, 2 സ്പൂൺ ഇടാം, ഒക്കെ ചെയ്യട്ടോ, ഓക്കെ. പിന്നെ നല്ല വിനാഗിരി ഉണ്ട് കേട്ടോ. വിനാഗിരി എന്താ ചെയ്യുക, നമുക്ക് മസാല ഞാൻ പറഞ്ഞ സംതിങ് സ്പെഷ്യൽ മസാലയാണ്.
ആവശ്യത്തിന് ഉപ്പിട്ടാ. ഓക്കെ. പിന്നെ അതേപോലെ നമ്മളിതൊരു പേസ്റ്റ് ആക്കിയതാണ്. ഇത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില. ഓക്കെ. ഇത് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചതിൻ്റെ വെള്ളം കേട്ടോ. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ മസാലയിൽ വരുന്ന കൂട്ട്. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ പാടി മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ മിക്സിയിൽ ഇത്രയും മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം മസാല ചെയ്യാൻ വേണ്ടിയിട്ട് ജാറിൽ നിന്ന് ഫുള്ള് മസാല നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു എന്താ പറയുക, നന്നായിട്ട് ഇതാക്കണം. നന്നായിട്ട് എല്ലാവർക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ നല്ല മസാല ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വലിയ എന്താ പറയുക, വലിയൊരു പാത്രത്തിൽ തന്നെ ഇട്ടാക്കിയിട്ടുള്ളത്. നല്ല ശരിക്കും മസാല പിടിക്കും. നമ്മൾ ചെറിയ പാത്രങ്ങളാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, മസാല ശരിക്കും പിടിക്കില്ല. ഓക്കെ. ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ട്, ഈ ചെറുനാരങ്ങ വിനാഗിരിൻ്റെ ഒക്കെ ഒരു കുത്തനൊരു സ്മെല്ല്. ഇത് ശരിക്കും ഗ്രില്ല് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ പരിപാടി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, പുറത്താണ്. അപ്പോൾ മസാല ഒക്കെ ഇട്ടിട്ട് ഇവിടുന്ന് വണ്ടിയിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഓക്കെ. നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ മിനിമം ഇതേപോലെ മസാലയിലിട്ട് വെക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പരിപാടികൾ തുടങ്ങുക. അപ്പോൾ ചിക്കൻ മസാല ഒക്കെ ഞങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുക, റെഡി ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചമ്പ്രോട്ടം, പൊന്നാനി റോഡിലെ കർമാറോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്കാട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ നിന്നുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ഇപ്പോൾ അല്ല ഫ്രണ്ട്സും ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ എൻ്റെ സ്വന്തം ഫാമിലി വെച്ച് ഞങ്ങൾ പോകുന്നത്. പരിപാടിയിൽ ഒരു ചെറിയ ചേഞ്ചിങ് എന്താ പറയുക, ഏകദേശം ഒരു 4:30 5 o'clock ആട്ടോ ഇപ്പോൾ സമയം വരുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ കർമാറോട്ട് വരുന്നത്. കർമാറോടൊക്കെ പോയി വിസിറ്റ് ചെയ്തൊക്കെ അറിയാൻ പറ്റും. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഞങ്ങൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് ജീപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴോട്ട് ഇറങ്ങാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ഓഫ് റോഡ് താണ്ടിയിട്ട് വേണം നമ്മളെ ഗ്രില്ലിങ് സ്പോട്ടിലേക്ക് പോകാൻ. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ വന്ന് വണ്ടിയിട്ടൊക്കെ വരാവുന്നതാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ എത്തി. ആദ്യത്തെ പരിപാടി എന്ന് തന്നെ പറഞ്ഞാൽ നമ്മൾ ടെൻ്റ് അടിക്കലാണ്. നമ്മളൊരു വലിയ ടെൻ്റ്, ഒരൊറ്റ ടെൻ്റ് ആക്കിയത്. ഒരു 10-15 ആൾക്കാർക്കൊക്കെ ഒരേ സമയം ഇരിക്കാൻ പറ്റുന്നൊരു ടെൻ്റ് തന്നെയാണ് ഈ വരുന്നത്. ഈ ടെൻ്റ് കെട്ടിക്കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഇവിടുത്തെ എന്താ പറയുക, പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വേണം ഞങ്ങൾ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രില്ലിങ്ങിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് കണൽ മാത്രം സെറ്റ് ചെയ്താൽ മതി. നമ്മളെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടി എല്ലാ സാധനവും സെറ്റ് ചെയ്ത് ഇങ്ങനെ മസാല ഒക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കർമ്മറോട്ടിൻ്റെ അവിടെ ടെൻ്റ് അടിച്ച് വണ്ടിയുടെ എടുക്കുന്നുണ്ട്. ഫാമിലി മൊത്തമുണ്ട്. ഫാമിലിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക സ്നാ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കുക. നല്ല സൂര്യാസ്തമയം ആ സൈഡ് കാണിച്ചു കൊടുക്കുക സ്നാ. അടിപൊളി സ്ഥലം, അടിപൊളി വ്യൂള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുക. അമ്മണ്ട്, എളിയമ്മണ്ട്. നീയാലേ നമ്മളെ മേഹൂന്ന് കാണിച്ചു കൊടുത്താ. മേഹു മാമന്റെ മേഹോട്. പിന്നെ മനാലി മ്യൂസിയം പടി ഇരിക്കല, മനാലി മ്യൂസിയം പടി ഇരിക്കല കേട്ടോ. എന്താ പറയാ, പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഇരിക്കാൻ കേട്ടോ അവര്. ക്ലൈമറ്റ് രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റ്, എന്താ സൂര്യാസ്തമയം. പിന്നെ നമ്മൾ ഈ ലൊക്കേഷൻ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മളെ കർമാറോട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ചെറുവണ്ടി ഒന്നും ഇങ്ങോട്ട് ഇറങ്ങൂല കേട്ടോ. അതാ വലിയ വണ്ടി ആ എൻഡിൽ നിന്ന് ജീപ്പ് ഓഫ് റോഡുള്ള വണ്ടികളൊക്കെ കൊണ്ട് വരാം. ഇവിടെ വന്നിട്ട് ഇതേപോലെ സ്റ്റേ ചെയ്യാം, ടെൻ്റ് അടിക്കാം. എല്ലാം അടിപൊളി ക്ലൈമറ്റാണ് ഈവനിങ്. ഫാമിലിയൊക്കെ ഒന്നിച്ചിട്ട് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെ പരിപാടി തുടങ്ങാൻ പോകണം കേട്ടോ. അങ്ങനെ ഗ്രില്ലിങ്ങിനുള്ള പരിപാടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രശ്നം വന്ന് ഗ്രില്ല് ചെയ്യാനുള്ള നമ്മൾ കണൽ കത്തിക്കാനുള്ള ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ കടലാസും കുറച്ച് കച്ചറൊക്കെ വെച്ചിട്ട് ഞങ്ങളത് എന്തായാലും ഇപ്പോൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കുറച്ച് ദൂരം പോകണം ഈ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പം എന്താ പറയുക, തൽക്കാലം നമ്മൾ കുറച്ച് കച്ചറൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതായിട്ട് തന്നെ കണലാക്കാൻ പോവാണ്. ഇതിനെ കാണിച്ചു കൊടുക്കുക.
ഷേബ് വന്നില്ല. ഫസ്റ്റ് വീഡിയോയിൽ നമ്മളെ ഷേബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷേബ് വന്നിട്ട് നമ്മൾ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർക്കോൾ എന്താ പറയുക, നമ്മളിത് വാങ്ങാൻ മറന്നു. അതുകൊണ്ട് ഇലക്ക് വെച്ചിട്ട് തന്നെ കത്തിക്കണം തൽക്കാലം. എന്തായാലും കത്തുന്നുണ്ട് സാധനം. ഞാനൊരു ഇത് റെഡിയാക്കി, ഒരു കൊള്ളി റെഡി എടുത്തോ. നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മളെന്തായാലും കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് കണലൊന്നും ആയി കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും ഫൈനലി എന്താ പറയുക, ഒരു സൈഡായിട്ട് ആയി വരുന്നുണ്ട്. മറ്റേതിൻ്റെ അത്ര സ്ട്രോങ് അല്ലെങ്കിലും കുറേയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഈ പ്രത്യേകം പറഞ്ഞാൽ ഭയങ്കര ഈ സമയത്ത് നല്ലൊരു തണുത്ത കാറ്റും എന്താ പറയുക ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും പറ്റുന്നവരൊക്കെ എന്തായാലും ഒരു വട്ടം പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുപോകാം, അവിടെ പോയിട്ട് കുക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളായിട്ട് പോയാൽ മതി. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയി എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. എന്തായാലും കണലൊക്കെ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണലൊക്കെ വന്ന് ഞങ്ങളത് വീശിയിട്ട് എന്താ പറയുക ഒന്ന് എല്ലാ സൈഡിലേക്കും ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഇത് വീശിയിട്ട് നല്ല വീശി കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി തുടങ്ങാൻ. അങ്ങനെ എന്തായാലും മൊത്തം കണലൊക്കെ ആയി വന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി തുടങ്ങി. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത മസാലയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നല്ല ഷവായൻ്റെ നല്ല അടിപൊളി മസാല. അപ്പോൾ അതിനിടയ്ക്ക് ഫാമിലിയൊക്കെ നല്ല സ്പീക്കറിൽ സോങ് ഒക്കെ ഇട്ടിട്ട് അവർ ടെൻറ്റിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് ഇവിടെ ഗ്രില്ലിങ് പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ചിക്കൻ്റെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരൽ തുടങ്ങി. ഞങ്ങളത് മറച്ചിടൽ തുടങ്ങി. ഏകദേശം ഒരു 5 മിനിറ്റ് കുക്കാകുമ്പോഴത്തേന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ക്ലിയർ ആവും. ഇനി രണ്ടാമത് നമ്മളെ ഗ്രീൻ മസാല, അത് നമ്മൾ ഒരു സ്പെഷ്യൽ മസാല ആയിട്ടാണ് വരുന്നത്. അത് ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പലയിടത്തും കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഗ്രീൻ മസാല എന്തായാലും റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ മറിച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടി നോക്കണം. അതിലിടയ്ക്ക് നമ്മളെ പൊന്നു ജോയിൻ ചെയ്തിട്ടാ. പൊന്നു നമ്മളെ പാർട്ടിയിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ആള് സ്കൂളിലൊക്കെ പോയി വരാൻ ലേറ്റായി. അങ്ങനെ പൊന്നു വന്നിട്ടുണ്ട്. പൊന്നു നല്ല തണുത്ത് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ 2 മസാല റെഡിയായി. ഞങ്ങളിത് തിന്നാനുള്ള പരിപാടിയിലാണ്. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങി. ഫുഡ് എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് മസാലയും കാര്യങ്ങളും. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മളെ ഗ്രീൻ മസാല. അത് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യണേ. എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.